The water met its master, became blushed. വെള്ളം അതിൻ്റെ സൃഷ്ടാവിനെ കണ്ടപ്പോൾ ചുമന്ന് തുടിച്ചു. കാനാവിലെ കല്യാണത്തെപ്പറ്റി ലോർഡ് ബൈറൻ്റെ പ്രസിദ്ധമായ വാക്കുകളാണിത്. കാനാവിലെ കല്യാണം യേശുവും ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ട ഒരു കല്യാണമായിരുന്നു. എന്നാൽ വീഞ്ഞ് തീർന്നു പോവുകയും യേശുവിൻ്റെ വാക്കിനാൽ 6 കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുകയും ആ വെള്ളം വീഞ്ഞായിത്തീരുകയും അതിലൂടെ ദൈവമഹത്വം വെളിപ്പെടുന്നതും ഈ അധ്യായത്തിൽ നാം കാണുന്നു. യേശു ഒരു അതിഥിയായിരുന്നു. അതിഥി എന്ന് പറഞ്ഞാൽ സ്വീകരിക്കപ്പെടേണ്ട ആൾ, അല്ലെങ്കിൽ ശുശ്രൂഷകൾ ലഭിക്കുവാൻ അർഹതപ്പെട്ട വ്യക്തി. സ്ഥാനം എപ്പോഴും പ്രധാനപ്പെട്ട, അണിയിച്ചൊരുക്കിയ അല്ലെങ്കിൽ വിരുന്ന് മേശകളിലാണ്. എന്നാൽ ഇവിടെ അതിഥിയായ യേശു ആതിഥേയനായി മാറുന്നതാണ് നാം കാണുന്നത്. അതിഥി ആതിഥേയനായി മാറിയെങ്കിൽ മാത്രമേ അകത്തളങ്ങളെ അറിയുവാൻ സാധിക്കൂ. കാരണം അണിയിച്ചൊരുക്കിയ വിരുന്നുമേശകൾക്ക് ചില നീറുന്ന കഥകൾ പറയുവാനുണ്ടാകും. ആതിഥേയനാകുന്നുവെങ്കിൽ മാത്രമേ കലവറയിലെ കുറവുകളെ കണ്ടെത്തുവാൻ സാധിക്കൂ. അത്താഴം പങ്കിടുന്ന അതിഥി അല്ല, ജീവനെ പങ്കിടുന്ന ആതിഥേയനാണ് ക്രിസ്തു. സ്വീകരിക്കപ്പെടേണ്ട ക്രിസ്തു തിരസ്കരിക്കപ്പെട്ടു. ശുശ്രൂഷകൾ ലഭിക്കേണ്ട ക്രിസ്തു നമുക്ക് വേണ്ടി മുറിക്കപ്പെട്ടു. അതുകൊണ്ട് അണിയിച്ചൊരുക്കിയ വിരുന്നുമേശ പോലെ പുറമേ ചിരിച്ചും അകമേ നീറുന്ന, പങ്കുവെക്കപ്പെടാത്ത സങ്കടങ്ങളോടുകൂടെ കഴിയുന്ന അനേക ജീവിതങ്ങൾ ഇന്നും നമുക്ക് ചുറ്റുമുണ്ട്. അവിടെ അതിഥിയായി മാറി നിൽക്കുവാനല്ല, ആതിഥേയനായി നിന്നുകൊണ്ട് അവരുടെ കുറവുകളെ നിറവുകളാക്കുന്ന ക്രിസ്തുവിനെ പങ്കിടുവാൻ നമുക്കും കഴിയണം. കാനാവിലെ ഭവനം വലിയ സങ്കടങ്ങളിലേക്ക് പോകേണ്ടിരുന്നൊരു ഭവനമായിരുന്നു. എന്നാൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം, ക്രിസ്തുവിൻ്റെ ഇടപെടൽ ആ ഭവനം സന്തോഷത്തിൻ്റെ ഭവനമായി തുടരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിഞ്ഞു. സങ്കടങ്ങളിൽ കണ്ണീരൊപ്പുന്നത് മാത്രമല്ല നമ്മുടെ ശുശ്രൂഷ. സങ്കടങ്ങളിലേക്ക് എത്തിപ്പെടുന്നതിന് മുമ്പ് വേണ്ട ഇടപെടൽ നടത്തുന്നതും കൂടിയാണ് നമ്മുടെ ദൗത്യം. പ്രിയപ്പെട്ടവരെ, കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുവാൻ നമുക്ക് സാധിക്കും. എന്നാൽ അത് വീഞ്ഞാക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുവാൻ നമുക്ക് സാധിക്കും. എന്നാൽ അത് വീഞ്ഞാക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. അതുകൊണ്ട് ദൈവമഹത്വം വെളിപ്പെടുത്തുന്ന വലിയ ശുശ്രൂഷയുടെ ഭാഗമാകുവാൻ ദൈവം നമ്മെയും ക്ഷണിക്കുന്നു. കുറവുകളെ നിറവുകളാക്കുന്ന ദൈവത്തെ പങ്കുവെക്കുവാൻ നമുക്കും സാധിക്കട്ടെ. ഓർക്കുക, അതിഥിയാകുവാനല്ല, ആതിഥേയനാകുവാനാണ് ദൈവം നമ്മെ വിളിക്കുന്നത്.